ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെക്റ്റർ സ്പേസ് എന്താ, അതിൻ്റെ ഡെഫിനിഷൻസ്, അതേപോലെ അതിൻ്റെ എക്സാമ്പിൾ, പിന്നെ അതിന് ബേസ് ചെയ്തിട്ടുള്ളൊരു തിയറം, അത്രയും ഭാഗമാണ് നമ്മൾ കവർ ചെയ്തത്. ഇനി നമ്മൾ എടുക്കുന്നത് സബ് സ്പേസ് ഓഫ് എ വെക്റ്റർ സ്പേസ്. നോക്കാം. ഡെഫിനിഷൻ: എ നോൺ എംപ്റ്റി സബ്സെറ്റ് W ഓഫ് എ വെക്റ്റർ സ്പേസ് V ഈസ് called subspace of V if W itself is a vector space with the rule of addition and scalar multiplication induced from V. അതായത് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് W നമ്മൾ എടുത്തു. വെക്റ്റർ സ്പേസ് V ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ആ വെക്റ്റർ സ്പേസിൻ്റെ സബ്സെറ്റായിട്ട് നമ്മൾ എന്തിനെടുത്തു? ഒരു നോൺ എംപ്റ്റി സെറ്റായിട്ടുള്ള W എന്ന് പറഞ്ഞത് V എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസിൻ്റെ സബ്സെറ്റായിട്ട് നമ്മൾ എടുത്തു. അതിന് നമ്മൾ സബ് സ്പേസ് എന്ന് പറയണമെങ്കിൽ ഈ W എന്തായിരിക്കണം? അതൊരു വെക്റ്റർ സ്പേസ് ആയിരിക്കണം വിത്ത് റൂൾ ഓഫ് അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ചെയ്യുമ്പോൾ അതായത് ആ 10 ആക്സിയോംസ് ഉണ്ടല്ലോ, ആ 10 ആക്സിയോംസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സബ്സെറ്റ് ആയിരിക്കണം W എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഇഫ് W ഈസ് എ വെക്റ്റർ സ്പേസ് സച്ച് ദാറ്റ് W ഈസ് എ സബ്സെറ്റ് ഓഫ് ദി വെക്റ്റർ സ്പേസ് V. അതായത് W എന്ന് പറഞ്ഞത് വെക്റ്റർ സ്പേസ് ആണ്. കാരണം എന്താ വെച്ചാൽ W എന്ന് പറഞ്ഞത് വെക്റ്റർ സ്പേസ് Vയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് W ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. ബട്ട് ദി റൂൾ ഓഫ് അഡീഷൻ ഓർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓർ ബോത്ത് ആർ നോട്ട് സെയിം ആസ് ഫോർ V. അതായത് Vയിൽ എന്ത് ഓപ്പറേഷനാണോ നമ്മൾ ചെയ്യുന്നത് അതേ ആൻസർ അല്ലെങ്കിൽ അതേ റൂളിൽ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? W ഇനിയിപ്പോൾ സബ്സെറ്റ് ആയാലും ശരി, പക്ഷെ അതൊരു സബ് സ്പേസ് ആവില്ല. ഓക്കെ, Vയിൽ നമ്മൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ റൂളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു ആൻസർ കിട്ടുമല്ലോ. അത് ആ റൂള് ചെയ്യാനുള്ള ഫങ്ഷൻ വരില്ല. അതേ കണ്ടീഷൻസ് W സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് സബ് സ്പേസ് അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു തിയറാണ്. എ നോൺ എംപ്റ്റി സബ്സെറ്റ് W ഓഫ് എ വെക്റ്റർ സ്പേസ് V ഈസ് എ സബ്സ്പേസ് ഓഫ് V if and only if W satisfies the following conditions. First one, U V element of W implies U plus V element of W for every U comma V element of W. Second one, U element of W K U element of W for all U element of W and for every scalar K. അതായത് ഇവിടെ എന്താ പറഞ്ഞു വെച്ചാൽ തിയറം നമുക്ക് പ്രൂഫും പഠിക്കാനുണ്ട്. തിയറത്തിൽ എന്താ പറഞ്ഞു വെച്ചാൽ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് W ആണ്, അത് വെക്റ്റർ സ്പേസിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, അത് ഒരു സബ് സ്പേസ് ആണ്. W എന്ന് പറഞ്ഞത് Vയുടെ സബ് സ്പേസ് ആണ്. W Vയുടെ സബ് സ്പേസ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് W സാറ്റിസ്ഫൈസ് ദി ഫോളോയിങ് കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷൻസും W സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ വന്നതുകൊണ്ട് W ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് എന്ത് പറയാം? W ഈസ് എ സബ് സ്പേസ് ഓഫ് V ആണെന്ന് പറയാം. അതായത് W സബ് സ്പേസ് ഓഫ് V ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ W Vൻ്റെ സബ് സ്പേസ് ആയിരിക്കും. അതാണ് നമ്മളുടെ തിയറം പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂഫ്: let V be a vector space and W be a non-empty subset of V. W നമ്മൾ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റായിട്ട് അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നതാണ്. ഫസ്റ്റ് ലെറ്റസ് അസ്യൂം ദാറ്റ് W സാറ്റിസ്ഫൈസ് ദി കണ്ടീഷൻസ് 1 and 2. ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നത് 1ഉം 2ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. 1ഉം 2ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഷോ ചെയ്യേണ്ടത്? W Vൻ്റെ സബ് സ്പേസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ദെൻ W ഈസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഈ രണ്ട് കണ്ടീഷൻ നമുക്ക് എന്താ നമ്മൾ പറഞ്ഞു? ഫസ്റ്റത്തെ ആക്സിയോമും 6th ആക്സിയോമാണ് ഈ കണ്ടീഷൻ. അതായത് യുവും വിയും ഉണ്ടെങ്കിൽ അതിൻ്റെ U plus V Wയുടെ എലമെൻ്റ് ആയിരിക്കും. അത് ഫസ്റ്റ് ആക്സിയോം. U എലമെൻറ്റ് ഓഫ് W ആണ്. K എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്കേലാർ ആണെങ്കിൽ KU എലമെൻറ്റ് ഓഫ് W ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? അത് ക്ലോസ്ഡ് അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറഞ്ഞത്. അതാണ് ആക്സിയോം 6. ഓക്കെ, അപ്പോൾ ആ രണ്ട് ആക്സിയോമും സാറ്റിസ്ഫൈ ചെയ്തു. അതായത് നമ്മൾ അസ്യൂം ചെയ്തത് W ഈ രണ്ട് കണ്ടീഷൻ ഹോൾഡ് ചെയ്യേണ്ടതാണ്. ഈ രണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിയം 1ഉം ആക്സിയം 6ഉം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? W എന്ന് പറയുന്നത് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സിൻസ് elements of W are elements of V and addition is commutative in V. Addition is commutative in W. നമുക്ക് എന്ത് പറയാം? W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Vയിലെ എലമെൻറ്റ്സ് ആണെന്നാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അല്ലേ? W be a നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് V. അങ്ങനെ നോൺ എംപ്റ്റി സബ്സെറ്റ് ആണെങ്കിൽ Wയിലെ എലമെൻറ്റ്സ് Vയിലുള്ള എലമെൻറ്റ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ V എന്ന് പറഞ്ഞത് ഒരു വെക്റ്റർ സ്പേസ് ആണ്. ഒരു V എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസ് ആകുമ്പോൾ അതിൻ്റെ അഡീഷൻ എന്തായിരിക്കും? കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി Wയിലെ എലമെൻറ്റ്സും എന്തായിരിക്കും?
അതിലെ എലമെൻറ്റ്സ് തമ്മിലുള്ള അഡീഷനും കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. ഇനി അതേപോലെ എലമെൻറ്റ്സ് ഓഫ് ഡബ്ല്യു ആർ എലമെൻറ്റ്സ് ഓഫ് വി. ഡബ്ല്യുവിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വിയിലെ എലമെൻറ്റ്സ് തന്നെയാവും. വി ഒരു വെക്റ്റർ സ്പേസ് ആയതുകൊണ്ട് അത് അസോസിയേറ്റീവ് ആയിരിക്കും, അഡീഷൻ അസോസിയേറ്റീവ് ആയിരിക്കും. അതേപോലെ ഡബ്ല്യു എന്തായിരിക്കും, അസോസിയേറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആക്സിയം 2ഉം 3യും ഹോൾഡ് ചെയ്തു, ഡബ്ല്യു ഹോൾഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ആക്സിയം 1ഉം 6ഉം 3യും 1ഉം 6ഉം 2ഉം 3യും ഹോൾഡ് ചെയ്തു നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ആക്സിയം 4. ഫോർ എനി യു എലമെൻറ്റ് ഓഫ് ഡബ്ല്യു ബൈ കണ്ടീഷൻ 2. യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യുയുടെ എലമെൻ്റാണ്. ഈ കണ്ടീഷൻ ഈ 2 വെച്ചിട്ട് യു എലമെൻറ്റ് ഓഫ് ഡബ്ല്യു കെ യു എലമെൻറ്റ് ഓഫ് ഡബ്ല്യു ഫോർ എവരി യു എലമെൻറ്റ് ഓഫ് ഡബ്ല്യു ആൻഡ് ഫോർ എവരി കെ ഇനി സ്കേലാർ നടക്കുക. ആ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്സിയം 4ഉം ആക്സിയം 5ഉം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ദെൻ കണ്ടീഷൻ 2 വെച്ച് നമുക്ക് എന്ത് പറയാം, കെ യു എലമെൻറ്റ് ഓഫ് ഡബ്ല്യു ഫോർ എവരി സ്കേലാർ കെ. ഏത് കെ എടുത്താലും നമുക്കത് സാറ്റിസ്ഫൈഡ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കെ ആയിട്ട് 0 ചൂസ് ചെയ്തു. കെ ആയിട്ട് 0 ചൂസ് ചെയ്ത് നമുക്ക് കെ യു നമുക്ക് എങ്ങനെ എഴുതാം, 0 ഇൻറ്റു യു എന്ന് എഴുതാം. 0 ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ 0 എലമെൻറ്റ് ഓഫ് ഡബ്ല്യു. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടി, 0 എലമെൻറ്റ് ഓഫ് ഡബ്ല്യു ആണ് കിട്ടുക. അതായത് യു എലമെൻറ്റ് ഓഫ് ഡബ്ല്യു ആണെങ്കിൽ കെ യു എലമെൻറ്റ് ഓഫ് ഡബ്ല്യു ആണെന്നാണ് നമ്മൾ കണ്ടീഷൻ 2 പറഞ്ഞത്. അത് ആ ഒരു കണ്ടീഷൻ ഡബ്ല്യു സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കെ യു എന്ന് പറഞ്ഞാൽ ഇവിടെ കെയുടെ സ്ഥലത്ത് 0 ആണ്. അപ്പോൾ 0 എന്ന് പറഞ്ഞത് എന്തായിരിക്കും, ഡബ്ല്യുവിലെ എലമെൻ്റ് ആയിരിക്കും. ഹെൻസ് ഡബ്ല്യു കണ്ടെയ്ൻസ് ദി 0 വെക്റ്റർ. 0 വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ആ അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 വെക്റ്റർ ഡബ്ല്യുവിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടി. ആൻഡ് 0 പ്ലസ് യു ഈക്വൽ ടു യു. സോ യു പ്ലസ് 0 നമുക്ക് എഴുതാം. ഇനി ഇതേപോലെ തന്നെ ഫോർ എനി യു എലമെൻറ്റ് ഓഫ് ഡബ്ല്യു ബൈ കണ്ടീഷൻ 2 കെ യു എലമെൻറ്റ് ഓഫ് ഡബ്ല്യു ഫോർ എവരി സ്കേലാർ കെ ചൂസിങ് കെ ഈക്വൽ ടു -1. കെ ആയിട്ട് നമ്മൾ -1ന് ചൂസ് ചെയ്തു. ദെൻ കെ യുവിന് നമുക്ക് എങ്ങനെ എഴുതാം, കെയുടെ സ്ഥലത്ത് -1 ഇൻറ്റു യു ദാറ്റ്സ് ഈക്വൽ ടു -u എലമെൻറ്റ് ഓഫ് ഡബ്ല്യു. ഹെൻസ് ഡബ്ല്യു കണ്ടെയ്ൻസ് ദി അഡിറ്റീവ് ഇൻവേഴ്സ്. -u എന്ന് പറഞ്ഞിട്ട് അതായത് യുവിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സാണ് എന്ത്, -u. സോ യു ഉണ്ടെങ്കിൽ -u ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത്, ആക്സിയം 5ഉം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. സോ യു പ്ലസ് -u ഈക്വൽ ടു 0 എന്ന് എഴുതാം. -u പ്ലസ് യു ഈക്വൽ ടു ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. സിൻസ് എലമെൻറ്റ്സ് ഓഫ് ഡബ്ല്യു ആർ എലമെൻറ്റ്സ് ഓഫ് വി. നമ്മൾ എന്ത് പറഞ്ഞു, എലമെൻറ്റ്സ് ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞത് വിയിലെ എലമെൻറ്റ്സ് ആണ്. ആൻഡ് എലമെൻറ്റ്സ് ഓഫ് വി സാറ്റിസ്ഫൈസ് വെക്റ്റർ സ്പേസ് ആക്സിയം 7, 8, 9. വി എന്ന് പറഞ്ഞത് വെക്റ്റർ സ്പേസ് ആണ്. അതുകൊണ്ട് 7, 8, 9 എന്ന് പറഞ്ഞ 9, 10 എന്ന് പറഞ്ഞ ആക്സിയംസ് ഒക്കെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, വിയിലുള്ള എലമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. വിയിലുള്ള എല്ലാ എലമെൻറ്റ്സും 1 മുതൽ 10 വരെയുള്ള ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡബ്ല്യു എന്ന് പറഞ്ഞത് എന്താണ്, വിയുടെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡബ്ല്യുവിലെ എലമെൻറ്റ്സും എന്ത് ചെയ്യും, ഈ 10 ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യും. അത് നമ്മൾ ഒരു 5 ആക്സിയംസ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ മേലെ. ഓക്കെ, അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എലമെൻറ്റ്സ് ഓഫ് ഡബ്ല്യു ഓൾസോ സാറ്റിസ്ഫൈസ് ദീസ് വെക്റ്റേഴ്സ് ആക്സിയം. വെക്റ്റർ സ്പേസ് ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യും ഡബ്ല്യു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ഡബ്ല്യു ഒരു വെക്റ്റർ സ്പേസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ദസ് ഓൾ ദി വെക്റ്റർ സ്പേസ് ആക്സിയംസ് ഹോൾഡ് ഇൻ ഡബ്ല്യു. ഡബ്ല്യു എല്ലാ ആക്സിയംസും വെക്റ്റർ സ്പേസിൻ്റെ എല്ലാ ആക്സിയംസും ഹോൾഡ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഡബ്ല്യു ഇസ് എ വെക്റ്റർ സ്പേസ് ആൻഡ് സോ ഈസ് എ സബ് സ്പേസ് ഓഫ് വി. ഡബ്ല്യു ഒരു വെക്റ്റർ സ്പേസ് ആണ്. ഡബ്ല്യു വെക്റ്റർ സ്പേസ് ആയത് ഡബ്ല്യു ഒരു വെക്റ്റർ സ്പേസ് ആണ്. പിന്നെന്താ, ഡബ്ല്യു സബ്സെറ്റ് ഓഫ് എ വി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് എ സബ് സ്പേസ് ഓഫ് വി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് ഡബ്ല്യു ഒരു സബ് സ്പേസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കോൺവേഴ്സ്ലി, അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ കോൺവേഴ്സ്ലി നമ്മൾ എന്ത് അസ്യൂം ചെയ്തു, ഡബ്ല്യു ഒരു സബ് സ്പേസ് ആണെന്ന് നമ്മൾ കണ്ടീഷൻ സപ്പോസ് ചെയ്തു, അതായത് അസ്യൂം ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും ഹോൾഡ് ചെയ്യേണ്ടത്, അതായത് ഈ രണ്ട് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം. ദെൻ ബൈ ഡെഫിനിഷൻ, സബ് സ്പേസ് ആണെങ്കിൽ ദെൻ ബൈ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഡബ്ല്യു എന്ന് പറഞ്ഞത് ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. നമ്മുടെ സബ് സ്പേസിൻ്റെ ഡെഫിനിഷൻ എന്താ, അതൊരു ഡബ്ല്യു എന്ന് പറഞ്ഞത് ഒരു വിയുടെ സബ് സ്പേസ് ആവണമെങ്കിൽ ഇഫ് ഡബ്ല്യു ഇറ്റ് സെൽഫ് ഈസ് എ വെക്റ്റർ സ്പേസ്. അപ്പോൾ ബൈ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, ഡബ്ല്യു ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും വിത്ത് ദി റൂൾ ഓഫ് അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഇൻഡ്യൂസ്ഡ് ഫ്രം വി. വിയിൽ എന്ത് ഓപ്പറേഷനാണോ ചെയ്യുന്നത് അതേ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ അഡീഷനിൽ വെച്ചിട്ട് അതേ റൂൾസ് യൂസ് ചെയ്തിട്ട് ഡബ്ല്യു എന്തായിരിക്കും, ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. സിൻസ് ഡബ്ല്യു ഇസ് എ വെക്റ്റർ സ്പേസ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ബോത്ത് അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു വി എന്ന് പറഞ്ഞത് വെക്റ്റർ സ്പേസ് ആവണമെങ്കിൽ അത് ക്ലോസ്ഡ് അണ്ടർ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആയിരിക്കുന്നു. അപ്പോൾ ക്ലോസ്ഡ് അണ്ടർ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ, യു വി എലമെൻറ്റ് ഓഫ്, അതായത് ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ.
യുവും വിയും ഡബ്ല്യൂയിലുണ്ടെങ്കിൽ യു പ്ലസ് വിയും എന്തായിരിക്കണം ഡബ്ല്യൂയിൽ ഉണ്ടായിരിക്കണം. അതാണ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഇനി ക്ലോസ്ഡ് അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ യു എലമെൻറ്റ് ഓഫ് ഡബ്ല്യു ആണ്. കെ ബി എനി സ്കേലാർ ആണെങ്കിൽ കെ യു എലമെൻറ്റ് ഓഫ് ഡബ്ല്യു ആയിരിക്കണം. അതാണ് നമ്മുടെ എന്ത് ക്ലോസ്ഡ് അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. സോ ആ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. ഇതാണല്ലോ ഫസ്റ്റും സെക്കൻഡും കണ്ടീഷൻസ്. അപ്പോൾ ഡബ്ല്യു ഒരു വെക്റ്റർ സ്പേസ് ആണ്. ഇറ്റ് ഈസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദി അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. സോ നമുക്ക് എന്ത് പറയാം, ഡബ്ല്യു സാറ്റിസ്ഫൈസ് കണ്ടീഷൻസ് 1 and 2. 1ഉം 2ഉം ഡബ്ല്യു സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇനി ഒരു റിമാർക്ക്, എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഡബ്ല്യു ഓഫ് എ വെക്റ്റർ സ്പേസ് വി ഈസ് എ സബ്സ്പേസ് ഓഫ് വി ഇഫ് ആൻഡ് ഓൺലി ഇഫ് KU plus MV element of W for all UV element of W and for every scalars K and M. അതായത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ തിയറത്തിന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജനറലാക്കിയിട്ട് എഴുതിയെന്ന് മാത്രം. ഇനിയിപ്പോൾ നമുക്കൊരു സെറ്റ് സബ്സ്പേസ് ആണെന്ന് കാണിക്കണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു W എന്ന് പറഞ്ഞ സബ്സെറ്റ് വെക്റ്റർ സബ്സ്പേസ് ആണെന്നാണ് കാണിക്കേണ്ടതെങ്കിൽ അത് ആദ്യം നോൺ എംപ്റ്റി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതിലൊരു എലമെൻറ്റെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യണം. അപ്പം എ നോൺ എംപ്റ്റി സബ്സെറ്റ്, അത് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. നോൺ എംപ്റ്റി സബ്സെറ്റ് ഡബ്ല്യു ഓഫ് എ വെക്റ്റർ സ്പേസ് വി ഈസ് എ സബ്സ്പേസ് ഓഫ് വി. ഡബ്ല്യു എന്ന് പറഞ്ഞ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. ഇനി അത് സബ്സ്പേസ് ആണ്, വിൻ്റെ സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ കെ യു പ്ലസ് എം വി എലമെൻറ്റ് ഓഫ് ഡബ്ല്യു. കെയും എമ്മും സ്കേലാറും യുവും വിയും ഡബ്ല്യുവിലെ എലമെൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സബ്സ്പേസിൻ്റെ കൺസെപ്റ്റ്. Okay, thank you.